Good morning all. In this class we are going to discuss about the standard deviation of discrete series. Discrete സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ആക്ച്വൽ മീനിൽ നിന്നായിരിക്കും ഡീവിയേഷൻസ് എടുക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എസ് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ. അവിടെ ഡി എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ നേരത്തെ ഇക്വേഷനായിട്ട് ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ഇവിടെ എഫ് എന്ന് പറയുന്നൊരു ടേം എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സി വിയും കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഷൂസിൻ്റെ സൈസും ഫ്രീക്വൻസിയുമാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. തന്നേക്കുന്ന ഡേറ്റ് നമ്മൾ കോളമായിട്ട് വരയ്ക്കുന്നു. എക്സ് എന്ന് പറയുന്ന കോളത്തിൽ സൈസ് ഓഫ് ഷൂസും എഫിൻ്റെ അവിടെ ഫ്രീക്വൻസി എഴുതുന്നു. ദെൻ എഫ് എക്സ് കാണണം. എഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഇൻറ്റു എക്സ്. 6 × 3 18, 7 × 6 42. ആ രീതിയിൽ എഫ് എക്സ് കിട്ടി. എഫ് എക്സിൻ്റെ സം എടുത്തപ്പോൾ 432 എന്ന് വന്നു. ഫ്രീക്വൻസിയുടെ സം എടുത്തപ്പോൾ n ഈക്വൽ ടു 48 എന്നും കിട്ടി. ഇനി ഡി കാണണം. ഡി എന്ന് വെച്ചാൽ ഡീവിയേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിക്കുക. എക്സ് ബാർ താഴത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് 9 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ കോളത്തിൽ ഡിയുടെ കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാറിന് പകരം എക്സ് മൈനസ് 9 എന്ന് വരും. അപ്പോൾ 6 - 9 -3, 7 - 9 -2. ആ രീതിയിൽ ഡി കിട്ടി. അടുത്ത കോളത്തിൽ ഡി സ്ക്വയർ കാണണം. ഡി സ്ക്വയർ കണ്ടു. ദെൻ എഫ് ഇൻറ്റു ഡി സ്ക്വയർ കണ്ടുപിടിക്കുക. അതായത് 3 × 9 27, 6 × 4 24. ആ രീതിയിൽ എഫ് ഇൻറ്റു ഡി സ്ക്വയർ കാണുന്നു. അതിൻ്റെ സം കൂടെ കണ്ടുപിടിച്ചു 124. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുക. ആൻസർ 1.61 എന്ന് കിട്ടും. ഓക്കെ, ഇനി സി വി കാണണം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്. അതിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 എന്ന് തന്നെയാണ്. അപ്പോൾ ചെയ്യാൻ നേരത്ത് 17.89% എന്ന് കിട്ടും. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില കുട്ടികൾ ചോദിക്കുന്നതാ, ഓരോ പ്രോബ്ലത്തിനും ഓരോ കോളമല്ലേ, ഓരോ കോളത്തിൻ്റെ ഹെഡിങ് എങ്ങനെ ഓർത്തിരിക്കും എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെ കോളത്തിൻ്റെ ഹെഡിങ് പ്രത്യേകം ഓർക്കേണ്ട ആവശ്യമില്ല. പകരം ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇക്വേഷൻ നോക്കിയേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ എന്നാണ് അല്ലേ. അപ്പോൾ തന്നേക്കുന്ന ഡേറ്റ ആദ്യം എപ്പോഴും എഴുതുക, എക്സും എഫ് എഴുതുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് കാണണം? ഡി കണ്ടുപിടിച്ചാലല്ലേ ഡി സ്ക്വയറും എഫ് ഡി സ്ക്വയറും കാണാൻ പറ്റൂ. അപ്പോൾ അതിനാണ് ഡി എന്ന കോളവും ഡി സ്ക്വയർ എന്ന കോളവും എഫ് ഡി സ്ക്വയർ എന്ന കോളവും. അതുപോലെ മീൻ കാണണമെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നല്ലേ. അപ്പോൾ എഫ് ഇൻറ്റു എക്സ് എന്നൊരു കോളം ആവശ്യമുണ്ട്. ഈ രീതിയിൽ ഇക്വേഷൻസിലുള്ള ടേംസ് ആണ് ഓരോ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കാറ് കേട്ടോ. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് സീരീസിന് കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ഇക്വേഷൻ ഇതാണ്. എസ് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ എന്ന് വെച്ചാൽ അസ്യൂംഡ് മീൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസും നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മീൻ കാണാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ കോളം നമ്മൾ വരയ്ക്കുന്നു. എക്സിൻ്റെ അവിടെ നമ്പർ ഓഫ് ആർട്ടിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ്, ഫ്രീക്വൻസിയുടെ അവിടെ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അടുത്ത ഡി എക്സ് കാണണം. ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ എന്നാണ്. എ എന്ന് വെച്ചാൽ അസ്യൂംഡ് മീനാണ്. സോ എക്സിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടേം നമുക്ക് അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. എക്സിൻ്റെ അകത്ത് 22 ആണ് തൽക്കാലം എ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡി എക്സിന് പകരം എക്സ് മൈനസ് 22 കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തത് എഫ് ഡി എക്സ് കിട്ടണം. എഫ് ഇൻറ്റു ഡി എക്സ് 3 × -4 -12 ആ രീതിയിൽ കാണുക. ദെൻ ഡി എക്സ് സ്ക്വയർ.
ഡി എക്സ് എന്ന ടേമിൻ്റെ സ്ക്വയർ ഡി എക്സ് -4 ആണ്. അപ്പം -4ൻ്റെ സ്ക്വയർ 16. ദെൻ -3യുടെ സ്ക്വയർ 9. ആ രീതിയിൽ ഡി എക്സ് സ്ക്വയർ കാണുന്നു. ദെൻ എഫ് ഇൻറ്റു ഡി എക്സ് സ്ക്വയർ, അതായത് 3 × 16 48, 7 × 9 63. ആ രീതിയിൽ എഫ് ഡി എക്സ് സ്ക്വയർ കാണുക. അതിൻ്റെ സം കൂടെ കണ്ടുപിടിക്കുക. അതിൻ്റെ സം നോക്കുമ്പോൾ 490 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സിഗ്മ എഫ് ഡി എക്സ് സ്ക്വയർ വാല്യൂ എത്രയാണ്? 490 ബൈ എൻ എത്രയാണ്? 100 മൈനസ് സിഗ്മ എഫ് ഡി എക്സ് വാല്യൂ 38 ബൈ 100 അതിൻ്റെ ഹോൾ സ്ക്വയർ. സോ ചെയ്യാനായിട്ട് 2.181 എന്ന് കിട്ടും. ഇത് കൂടാതെ മീൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ എൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസർ 22.38. ഇനി സി വി കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 9.75% എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് കണ്ടിന്യൂവസ് സീരീസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിന്യൂവസ് സീരീസിൻ്റെ കാണാനുള്ള ഇക്വേഷനാണ്. അതും 2 മെത്തേഡ് ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും. ആദ്യം ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കുക. ഇക്വേഷൻ root of sigma f dx square by n minus sigma f dx by n the whole square ആണ്. നേരത്തെ പഠിച്ചതെന്നാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ഡി എക്സിന് പകരം രണ്ടിടത്തും ഡി എക്സ് ഡാഷ് ആണ്. അതുപോലെ ടോട്ടൽ ആ വാല്യൂവിൻ്റെ കൂടെ ഒരു ഇൻറ്റു സി എന്നൊരു ടേം കൂടെ ഉണ്ട്. ഡി എക്സ് നേരത്തെ പറഞ്ഞ പോലെ എക്സ് മൈനസ് എ ആണ്. ഡി എക്സ് ബാർ എന്ന് വെച്ചാൽ ഡി എക്സ് ബൈ സി ആണ്. ഓക്കെ, സി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ എന്നാണ് എടുക്കുന്നത്. കോമൺ ഫാക്ടർ സി വി കാണാനുള്ള ഇക്വേഷനൊക്കെ പഴയത് തന്നെയാണ്. എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. അതുപോലെ മീൻ കാണാനുള്ള ഇക്വേഷനും പഴയത് തന്നെയാണ്. എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ എൻ ഇൻറ്റു സി. ഇവിടെ എഫ് ഡി എക്സിന് വരും എഫ് ഡി എക്സ് ഡാഷ് ബൈ എൻ ഇൻറ്റു സി എന്ന് വരും. ക്വസ്റ്റ്യൻ നമ്പർ 26 ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സി വിയും കാണണം. ഡേറ്റ തന്നിട്ടുണ്ട്, ക്ലാസ്സാണ് തന്നേക്കുന്നത്. സോ നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് ആണ്. ഇപ്പം മാർക്സ് എഴുതി. ദെൻ ആഫ്റ്റർ ദാറ്റ് മിഡ് വാല്യൂ കാണണം. എക്സ് മിഡ് വാല്യൂ എന്ന് വെച്ചാൽ 0 + 10/2 5. ആ രീതിയിൽ മിഡ് വാല്യൂ കണ്ടു. ഫ്രീക്വൻസി തന്നേക്കുന്ന അതുപോലെ എടുത്തെഴുതി. ഇനി ഡി എക്സ് അറിയണം. ഡി എക്സ് കാണാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് എ എന്ന രീതിയിൽ എടുക്കുന്നു. എ അസ്യൂംഡ് മീൻ എക്സിൻ്റെ അകത്തുള്ളൊരു ടേമാണ് എടുക്കുന്നത്. ഇവിടെ 25 എന്ന് എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ എക്സ് മൈനസ് 25 ആണ് ഡി എക്സ്. അത് കണ്ടുപിടിക്കുന്നു. ദെൻ ഡി എക്സിൻ്റെ സ്ക്വയർ കാണുന്നു. ദെൻ എഫ് ഇൻറ്റു ഡി എക്സ്, അതായത് 8 × -20 -160. ആ രീതിയിൽ എല്ലാ ടേംസും കാണണം. ദെൻ എഫ് ഡി എക്സ് സ്ക്വയർ, ഈ കിട്ടിയ വാല്യൂവിൻ്റെ സ്ക്വയേഴ്സ്. -160 സ്ക്വയർ 3200. ആ രീതിയിൽ സ്ക്വയേഴ്സ് കാണാം. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് 14.95 എന്ന് കിട്ടും. ദെൻ മീൻ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ എൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 31.25 എന്ന് കിട്ടും. ദെൻ സി വി എന്ന് വെച്ചാൽ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. സോ 47.84% എന്ന് കിട്ടും. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുക. പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ 27 ഇൻകം എബവ് 0, എബവ് 10, എബവ് 20 ആ രീതിയിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എബവ് 0 എന്ന് വെച്ചാൽ 0 to 10 അല്ലേ. അതിൻ്റെ മിഡ് വാല്യൂ കാണണം. എക്സ് 0 + 10/2 5, 10 + 20/2 15. ആ രീതിയിൽ എക്സ് കിട്ടി. ഇനി ഫ്രീക്വൻസി കാണുന്ന ഓർമ്മയുണ്ടല്ലോ. എബവ് 0 100 ആണ്, എബവ് 10 97 ആണ്. അപ്പോൾ ഫ്രീക്വൻസി വരുന്നത് 100 - 97 3 എന്നായിരിക്കും. ഓക്കെ, മോർ ദാൻ ഓ ഗിവൻ എന്ന രീതിയിൽ. ദെൻ അടുത്തത് 97 - 89 8 എന്ന് വരും.
ആ രീതിയിൽ ഫ്രീക്വൻസീസ് എഴുതുക. ദെൻ ഡി എക്സ് കാണണം. ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ. എക്സിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂവിനെ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. ഇവിടെ 35 എന്നാണ് എടുത്തേക്കുന്നത്. സോ എക്സ് മൈനസ് 35 കണ്ടുപിടിക്കുന്നു. അടുത്തത് ഡി എക്സ് ഡാഷ് കാണണം. ഡി എക്സ് ഡാഷ് എന്ന് വെച്ചാൽ ഡി എക്സ് ബൈ സി എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ഈ സി എന്ന് വെച്ചാൽ കോമൺ ഫാക്ടറാന്ന് പറഞ്ഞു. അതായത് ഡി എക്സ് എന്ന ടേം ആ ഒരു കോളംസ് ഫുള്ളൊന്ന് നോക്കിക്കേ. -30, -20, -10 ആ രീതിയിലല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? 10 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ അല്ലേ, എല്ലാം 10ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സി ഈക്വൽ ടു 10 എന്നെടുത്തത്. അത് ലോജിക്ക് വഴി എടുക്കുന്നതാണ്. ഡി എക്സ് എന്ന കോളം നോക്കിയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സി എന്നെടുക്കുക. അപ്പോൾ ഡി എക്സ് ഡാഷ് ഡി എക്സ് ബൈ 10, അതായത് -30/10 -3, -20/10 -2 ആ രീതിയിൽ ഡി എക്സ് ഡാഷ് കിട്ടി. ദെൻ എഫ് ഇൻറ്റു ഡി എക്സ് ഡാഷ് കാണണം. 3 ഇൻറ്റു -3, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സോ -9 എന്ന് കിട്ടും. ആ രീതിയിൽ എല്ലാ വാല്യൂസും ചെയ്യുക. ദെൻ ഡി എക്സ് ഡാഷിൻ്റെ സ്ക്വയർ കൂടെ കണ്ടു, അതായത് -3 സ്ക്വയർ 9, -2 സ്ക്വയർ 4 ആ രീതിയിൽ. ദെൻ എഫ് ഇൻറ്റു ഡി എക്സ് ഡാഷ് സ്ക്വയർ വേണം, അതായത് 3 ഇൻറ്റു 9 27, 8 ഇൻറ്റു 4 32 ആ രീതിയിൽ ലാസ്റ്റ് കോളവും കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെയൊക്കെ സം കൂടെ നോക്കി വെച്ചേക്കുക. ഇനി ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുവാണ്, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾക്കൊരു വലിയ ടാസ്ക് ആയിട്ടുള്ളത്. ഇക്വേഷൻസ് ബൈ ഹാർട്ടഡ് ആണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുന്നു. n 100 ആണ്, സി 10 ആണ്, ബാക്കിയൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ 16.23 എന്ന് കിട്ടും എസ് ഡി. ഇനി മീൻ കാണണം. എക്സ് ബാർ എ പ്ലസ് സിഗ്മ എഫ് ടി എക്സ് ഡാഷ് ബൈ എൻ ഇൻറ്റു സി എന്നാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 41.4 എന്ന് കിട്ടും. അതുപോലെ സി വി കാണുന്നത് എസ് ടി ബൈ മീൻ ഇൻറ്റു 100, അത് 39.20%. ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഓരോ പ്രോബ്ലംസും നല്ല രീതിയിൽ നോക്കുക, നോക്കി മനസ്സിലാക്കി മാത്രം നോട്ടിലോട്ട് ചെയ്യുക. വെറുതെ ഇത് നോക്കി കോപ്പി അടിക്കരുത്, സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെ ഒരു 5-10 മിനിറ്റൊക്കെ എടുക്കും. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നെങ്കിലും ഈ രീതിയിൽ ടൈം കൺസ്യൂം ചെയ്യുന്നത് തന്നെയാണ്. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.